സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെള്ളനാട് ഒരു വ്യൂ പോയിന്റ് കാണിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വെള്ളനാട് തൈലപ്പാറ പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ തൊട്ട് ടോപ്പിലായിട്ട് ഒരു തൈലപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് വ്യൂസും കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത് വെള്ളനാട് പഞ്ചായത്ത് ഗ്രൗണ്ട്. ഇതിൻ്റെ ഇവിടുന്ന് ടോപ്പ് സ്ട്രെയിറ്റ് കിടക്കണ വഴി സ്ട്രെയിറ്റ് ടോപ്പിൽ പോകുമ്പോഴാണ് ആ വ്യൂ ഉള്ള സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. സോ ഗൈസ്, പഞ്ചായത്ത് ഗ്രൗണ്ട് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് കിടക്കുന്ന ഈ വഴി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സ്ഥലവും കൂടെയാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും വരില്ല. അപ്പോൾ ജസ്റ്റ് ആ സ്ഥലം വ്യൂ പോയിൻ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. ഈ റോഡ് സ്ട്രെയിറ്റ് നടക്കണം. ഈ റോഡ് സ്ട്രെയിറ്റ് ആണ് സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നടന്ന് സ്ട്രെയിറ്റ് വന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊരു വഴി വരും. അതിൽ നമുക്കിതാ ഇവിടുന്ന് ഈ സ്റ്റെപ്സ് കയറി ഈ റബ്ബർ വിളയിൽ കൂടെ ടോപ്പാണ്, ഇങ്ങനെയാണ് കയറി പോകാനുള്ളത്. അപ്പം വഴിയും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് കയറി അങ്ങ് ടോപ്പിൽ അത് ഏകദേശം പാറതോ അവിടെയായിട്ട് വരും. അപ്പോൾ ഈ റോഡല്ലേ ഈ ഇടവഴി മൊത്തം കയറി അങ്ങ് പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ചും അങ്ങോട്ട് എന്ത് കാണാം. അപ്പോൾ ഞാൻ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കുറച്ച് 2-3 വീടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് താഴെ സ്ട്രെയിറ്റ് നടന്ന് ഞാൻ ഇപ്പോൾ ഈ ലൊക്കേഷൻ വരെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ നടക്കാണ്ട്, ഏറ്റവും ടോപ്പായിട്ടാണ് പാറ വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ചും കൂടെ നടക്കാണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് റബ്ബറൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതും ക്രോസ് ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ ടോപ്പിലാണ് കയറാനുള്ളത്. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. അവിടുന്ന് വണ്ടിയൊന്നും ഇങ്ങോട്ട് വരില്ല. ആ സ്റ്റെപ്പുകളുള്ളതുകൊണ്ട് വണ്ടിയൊന്നും ഇങ്ങേറ്റം വരെ വരില്ല. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ഭാഗം വരെ വണ്ടികളൊക്കെ വരും. അപ്പോൾ റബ്ബറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് ഒടിഞ്ഞ് വഴിയുടെ തൊട്ടിതായിട്ട് കിടക്കുകയാണ്. വേറെ തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നടന്നു വരാനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇനിയും ടോപ്പ് പോകണം. നല്ല നടന്ന് ടോപ്പ് പോകാണ്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ, ഓൾമോസ്റ്റ് നടന്ന് ഈ പൊസിഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ചുറ്റിനും റബ്ബറാണ്. വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ നടന്നു വന്ന വഴിയാണ് ആ റബ്ബർ. അവിടെ താഴെയായിട്ടാണ് പഞ്ചായത്ത് ഗ്രൗണ്ട് വരുന്നത്. അവിടെ നിന്ന് നടന്ന് ഞാൻ ഇത്രയും കയറിയതായി ഈ വഴി വന്നിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഇവിടുന്ന് ഈ ലെഫ്റ്റ് കിടക്കണ ഈ വഴിയെ ജസ്റ്റ് അങ്ങ് മുകളിലോ ടോപ്പ് അങ്ങ് നടന്നു പോകണം. കുറച്ചുകൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ടിട്ട് കാണാം. ഞാൻ ഇവിടെ നടന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാറയും ഇതിൻ്റെ ഓപ്പോസിറ്റ് മൊത്തം കാടും പടപ്പുമാണ്. ഇവിടെ ഫുള്ള് മരങ്ങളും ഒരു കാടാണ്. അപ്പോൾ കാടിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം നിറച്ച് പാറകളും ആ ഒരു തീമയിലോട്ടെത്തി. പാറയൊക്കെ ഉള്ള ഒരു കാട് അറ്റ്മോസ്ഫിയറായി. അപ്പോൾ അതിവിടെ മരങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഇത് ഫുള്ള് റബ്ബർ വിളയാണ്. വേറെ വീടുകൾ കാര്യങ്ങളൊന്നുമില്ല. താഴെ ഞാൻ കയറി വന്നപ്പോൾ കാണിച്ചത് 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വീടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആൾക്കാർ വരുന്ന വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി കയറി അങ്ങ് മുകളിൽ ടോപ്പിലാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് കാണാം. അപ്പം ഇവിടെ നമ്മളിടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുണ്ട്. കാരണം വ്യൂ ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ നടന്ന് ടോപ്പിലോട്ട് ഈ വഴി ടോപ്പ് അങ്ങ് കയറി പോകണം. ഇവിടെ ഫുള്ള് മരങ്ങളും നിറച്ച് കാട് ഏരിയയാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇനിയും ടോപ്പ് കുറേ പോകണം. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളവും കൂടെ കൊണ്ടുവരേണ്ടതാണ്. നല്ല കിതപ്പുണ്ട്. നടന്ന് കുത്തി തേരിയാണ്. ഇഷ്ടംപോലെ നടക്കാണ്ട്, കുത്തി തേരി ആയതുകൊണ്ട് ഇഷ്ടംപോലെ നടക്കാണ്ട്. ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഫുള്ള് മരവും പുല്ലും കാടും ഇതൊക്കെ തന്നെ. നടക്കാനും ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഇവിടെ പാറക്കെട്ടൊക്കെ വന്നു തുടങ്ങി. പാറയിലൊക്കെ സ്ലിപ്പാവാതാണ് നടന്ന് കയറാൻ. ഇതാണ് വഴി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു പൊക്കത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. താഴേന്നേ നടന്നു വന്നതാണ് നമ്മൾ. ഇത് മൊത്തം കാടാണ്. ഈ വഴി നമ്മൾ സ്ട്രെയിറ്റിന് നടന്ന് പോകാൻ ഉണ്ട്. വഴിയെന്നത്തെ ക്ലിയർ അല്ല. അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറില്ല. റബ്ബർ വെട്ടാൻ വരുന്ന ആൾക്കാരൊക്കെ തന്നെ, വേറെ ആരും വരാറില്ല. ഇപ്പം ഈ വഴി സ്ട്രെയിറ്റ് അങ്ങ് കയറിപ്പോയാൽ മതി. സോ ഗൈസ്, നമ്മളിപ്പോൾ നടന്ന് പാറയുടെ ടോപ്പ് എത്താറായിട്ടുണ്ട്. ഇവിടെയും കുറച്ച് 2-3 സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ കയറിയിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കിടക്കണം. ഇത് തൊട്ടപ്പുറത്ത് തന്നെ അപ്പോൾ നമ്മൾ ടോപ്പ് എത്തിയിട്ടുണ്ട്.
ഇനി പാറയുടെ മുകളിലൂടെയാണ് നടക്കാനുള്ള. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വിടാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്ത് വഴുക്കലും കാര്യങ്ങളൊക്കെ പാറയിലുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ നടന്ന് പോകേണ്ടതാണ്. ഇത്രയും നടന്ന് കയറുന്നപ്പോൾ കിതപ്പുണ്ട്. ജസ്റ്റ് ഈ പാറയുടെ മുകളിൽ കൂടെ തന്നെ നടന്നങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ കുറച്ച് കാടിൻ്റെ ഇവിടെ ചാടേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ കിതപ്പുണ്ട്, തിരിഞ്ഞ് നടന്നു വന്നുകൊണ്ട് കിതപ്പുണ്ട്. അപ്പോൾ നമ്മളെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഇതാണ് നമ്മളെ വ്യൂ പോയിന്റ്. നേരെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ വെള്ളനാടിലുള്ള തൈലപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ചെറിയൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് നല്ല വ്യൂവും കാര്യങ്ങളും ഇവിടെ പാറയിൽ ഇവിടെ വെക്കും. ആൾക്കാർ വരുന്ന സ്ഥലമൊന്ന് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് ആൾക്കാർ വരുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊന്നും ഇവിടെ ഇടല്ലേ. നല്ലൊരു സ്ഥലത്തിനെ വൃത്തിയിടാക്കി കളയരുത്. നിറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും ഗ്ലാസും ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇങ്ങോട്ടായിട്ട് വീണ് പോകണമെങ്കിൽ ആളപ്പം തന്നെ ഡെഡാവണ കോളുണ്ട്. കാര്യം നല്ലൊരു താഴ്ചയിലാണ് പാറ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് വെള്ളനാട് ഏരിയ മൊത്തം കാണാം. ഇത് വെള്ളനാട് നാലുമുക്കിൽ നിന്ന് ഉറിയക്കോട് പോകുന്ന റോഡാണ് ഇതാ ഇവിടെ കാണുന്നത്. അപ്പം ഇതോ അവിടെയൊക്കെ ഓരോ വ്യൂസും കാര്യങ്ങളും ഉണ്ട്. ഇതോ അങ്ങോട്ടൊരു പള്ളിയൊക്കെ ഉണ്ട്. അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. അപ്പോൾ പാറയും കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സ്പോട്ടാണ്. അത്യാവശ്യം ഒരു വ്യൂ പോയിന്റ് ഉള്ളൊരു സ്പോട്ടും കാര്യങ്ങളുമാണ് വെള്ളനാടുള്ള തൈലപ്പാറ. സോ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോകളും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയിട്ടേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നിന്നല്ല കിടിലൻ വീഡിയോസുമായി നമ്മൾ ഇനിയും വരും. അപ്പം അടുത്ത വീഡിയോ കാണുന്നിരിക്കരുത്.